റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളിൽ സാധാരണയായി കണ്ടുവരുന്ന നോൺ ക്യാൻസറസ് വിഭാഗത്തിൽപ്പെട്ട മുഴകളാണ് ഗർഭാശയ മുഴകൾ. പണ്ടുകാലത്ത് ഫൈബ്രോയിഡ്സിന് സർജറി എന്ന ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇത്തരം മരുന്നുകൾ ഫൈബ്രോയിഡ്സിൻ്റെ വലിപ്പത്തിലോ വളർച്ചയിലോ കാര്യമായ വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. 3 മുതൽ 6 മാസം വരെ കൊടുക്കുന്നത് മൂലം ഫൈബ്രോയിഡ്സിൻ്റെ വളർച്ചയിൽ നേരിയ കുറവ് വരുന്നു. ഇതിൽ യൂണിപ്രിസ്റ്റാൾ എന്ന മരുന്ന് ലിവർ ഡാമേജ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒട്ടും തന്നെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. വലിയ മുഴകളാണെങ്കിൽ അവ ചെറുതാക്കി സർജറി എളുപ്പമാക്കുന്നതിനും ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ ഡോക്ടർ ആർ ബിന്ദു, സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്, എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കായംകുളം. യൂട്രൈൻ ഫൈബ്രോയിഡ്സിനെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളിൽ സാധാരണയായി കണ്ടുവരുന്ന നോൺ ക്യാൻസറസ് വിഭാഗത്തിൽപ്പെട്ട മുഴകളാണ് ഗർഭാശയ മുഴകൾ അഥവാ യൂട്രൈൻ ഫൈബ്രോയിഡ്സ്. യൂട്രൈൻ ഫൈബ്രോയിഡ്സ് അവയുടെ സ്ഥാനവും വലിപ്പവും അനുസരിച്ച് സ്ത്രീകളിൽ പീരിയഡ് സമയത്ത് അമിതമായ രക്തസ്രാവം, അതികഠിനമായ വയറുവേദന, വന്ധ്യത, അബോഷൻസ്, വലിയ മുഴകളാണെങ്കിൽ അവയുടെ കംപ്രഷൻ കാരണമുള്ള പ്രഷർ ഇഫക്ട്സ് എന്നീ രോഗലക്ഷണങ്ങളാണ് പ്രകടമാക്കുന്നത്. പണ്ടുകാലത്ത് ഫൈബ്രോയിഡ്സിന് സർജറി എന്ന ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഫൈബ്രോയിഡ് മാത്രം റിമൂവ് ചെയ്യുന്ന മയോമെക്ടമി ആയോ, ഫൈബ്രോയിഡ്സ് അടങ്ങിയ യൂട്രസ് മൊത്തമായി റിമൂവ് ചെയ്യുന്ന ഹിസ്റ്ററക്ടമിയോ ആയോ ആണ് നമ്മൾ ചെയ്തു വന്നിരുന്നത്. അത് ഒരു ലാപ്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടിയോ ഓപ്പൺ സർജറി ആയി, അതായത് ലാപ്രോട്ടമി വഴിയോ നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഫൈബ്രോയിഡ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഒരുപാട് നോൺ സർജിക്കൽ മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇന്ന് അവൈലബിൾ ആണ്. നമുക്ക് അത് ഓരോന്നായി നോക്കാം. ആദ്യമായി NSAID ഗ്രൂപ്പിലുള്ള ട്രാനക്സാമിക് ആസിഡ് എന്ന ഒരു മരുന്ന് മാത്രമായോ ട്രാനക്സാമിക് ആസിഡ് ആൻഡ് മെഫെനാമിക് ആസിഡ് കോമ്പിനേഷനുള്ള മരുന്ന് കൊടുക്കുകയോ ചെയ്യുന്നത് വഴി പീരിയഡ് സമയത്തുള്ള അമിതമായ രക്തസ്രാവവും വേദനയും ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകും. എന്നാൽ ഇത്തരം മരുന്നുകൾ ഫൈബ്രോയിഡ്സിൻ്റെ വലിപ്പത്തിലോ വളർച്ചയിലോ കാര്യമായ വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. രണ്ടാമതായി, പ്രോജസ്ട്രോൺ മാത്രം അടങ്ങിയ മരുന്നുകളോ പ്രോജസ്ട്രോൺ ഈസ്ട്രജൻ കോമ്പിനേഷനായ മരുന്നുകളോ 3 മാസം മുതൽ 6 മാസം വരെ സൈക്ലിക്കലായി കൊടുക്കുന്നത് വഴിയും ഫൈബ്രോയിഡ്സ് മൂലമുണ്ടാകുന്ന രക്തസ്രാവവും വേദനയും ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നു. എന്നാൽ ഈ ഹോർമോൺ ഗുളികകളും ഫൈബ്രോയിഡ്സിൻ്റെ വലിപ്പത്തെയോ വളർച്ചയെയോ കുറയ്ക്കുന്നില്ല. അടുത്തതായി, പ്രോജസ്ട്രോൺ റിലീസിംഗ് ആയിട്ടുള്ള ഇൻട്രായൂട്രൈൻ ഡിവൈസ് ഇംപ്ലാന്റ് ചെയ്യുന്നതാണ്. വളരെ ലഘുവായി തന്നെ ഒരു കോപ്പർട്ടി ഇൻസേർട്ട് ചെയ്യുന്ന ലാഘവത്തോടെ നമുക്ക് ഈ LNG IUD യൂട്രസിൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ പീരിയഡ് സമയത്തുള്ള രക്തസ്രാവം വളരെ കുറയുന്നതാണ്. ഇത് ഒരു 5 മുതൽ 10 വർഷം വരെ ഉപയോഗിക്കാനും സാധിക്കും. ഇത് വളരെ ഫലപ്രദമായ ഒരു മാർഗമാണ്. എന്നാൽ ഈ ഡിവൈസും ഫൈബ്രോയിഡ്സിൻ്റെ വളർച്ചയെയോ വലിപ്പത്തെയോ അഫക്റ്റ് ചെയ്യുന്നില്ല. അടുത്തതായി, സെലക്റ്റീവ് പ്രോജസ്ട്രോൺ റിസപ്റ്റർ മോഡുലേറ്റേഴ്സ് എന്ന വിഭാഗത്തിൽപ്പെട്ട യൂളിപ്രിസ്റ്റാൾ, മിഫിപ്രിസ്റ്റോൺ എന്നീ ടാബ്ലറ്റുകളാണ്. ഫൈബ്രോയിഡ്സിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ദിവസവും 10 മില്ലിഗ്രാം മുതൽ 25 മില്ലിഗ്രാം വരെ 3 മുതൽ 6 മാസം വരെ കൊടുക്കുന്നത് മൂലം ഫൈബ്രോയിഡ്സിൻ്റെ വളർച്ചയിൽ നേരിയ കുറവ് വരുന്നു. ഇതിൽ യൂണിപ്രിസ്റ്റാൾ എന്ന മരുന്ന് ലിവർ ഡാമേജ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒട്ടും തന്നെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പകരം മിഫിപ്രിസ്റ്റോൺ എന്ന ടാബ്ലറ്റ് മുഴകളുടെ വലിപ്പത്തിനനുസരിച്ച് ദിവസേന 10 മില്ലിഗ്രാം മുതൽ 25 മില്ലിഗ്രാം വരെ 3 മുതൽ 6 മാസത്തേക്ക് കൊടുക്കാവുന്നതാണ്. ഇതുവഴി മുഴകളുടെ വലിപ്പത്തിന് നേരിയ ഒരു കുറവ് കാണുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു. അടുത്തതായി, GnRH ആൻറ്റഗോണിസ്റ്റായ ലൂപ്രൈഡ് ഇഞ്ചക്ഷനാണ്. ഈ ഇഞ്ചക്ഷൻ ഒരു GnRH ആൻറ്റഗോണിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ശരീരത്തിലെ ഈസ്ട്രജൻ്റെ അളവിനെ ഗണ്യമായി കുറയ്ക്കുന്നതിനാൽ മെനോപോസൽ സിംറ്റംസ് ആയ ഹോട്ട് ഫ്ലഷസ്, ബോൺ മിനറൽ ഡെൻസിറ്റിയിൽ ഉണ്ടാകുന്ന കുറവ്,
വജൈനൽ ഡ്രൈനസ് എന്നീ സൈഡ് ഇഫക്ട്സുകൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ലൂപ്രൈഡ് ഇഞ്ചക്ഷൻ 3 മാസം മുതൽ 6 മാസത്തേക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഫൈബ്രോയിഡ് സർജറി ചെയ്യുന്നതിന് ഒരു കാലതാമസം നേരിടുമ്പോഴോ വലിയ മുഴകളാണെങ്കിൽ അവ ചെറുതാക്കി സർജറി എളുപ്പമാക്കുന്നതിനോ ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് നല്ലതാണ്. അടുത്തതായി GnRH ഏഗോണിസ്റ്റ് വിഭാഗത്തിലുള്ള എലഗോളിക്സ്, ലിൻസഗോളിക്സ്, റെലുഗോളിക്സ് എന്നീ മരുന്നുകളാണ്. ഇവയും ശരീരത്തിലെ ഈസ്ട്രജൻ്റെ അളവിനെ ഗണ്യമായി കുറയ്ക്കുന്നതുകൊണ്ട് ഹോട്ട് ഫ്ലഷസ്, വജൈനൽ ഡ്രൈനസ് എന്നീ സിംറ്റംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് തടയുന്നതിനായി ഈ ടാബ്ലറ്റ്സിനോടൊപ്പം ലോ ഡോസിലുള്ള ഈസ്ട്രജനും പ്രൊജസ്ട്രോണും കൂടെ ബാക്കപ്പ് തെറാപ്പിയായി കൊടുക്കുന്നത് വഴി ഈ സൈഡ് ഇഫക്ട്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാനാകും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൊടുത്തു വരുന്നത് എലഗോളിക്സ് എന്ന ഒരു ടാബ്ലറ്റ്. എലഗോളിക്സ് എന്ന ടാബ്ലറ്റ് ലോ ഡോസ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണുമായി കമ്പൈൻ ചെയ്ത് 2 വർഷം മുതൽ 3 വർഷം വരെ ഉപയോഗിക്കുന്നതിലൂടെ പീരിയഡ് സമയത്തുണ്ടാകുന്ന അമിതമായ രക്തസ്രാവവും അതുമൂലമുണ്ടാകുന്ന വിളർച്ചയെയും നമുക്ക് തടയാൻ കഴിയും. ഈ മരുന്നുകൾ യൂട്രസിലുള്ള ഫൈബ്രോയിഡ്സിൻ്റെ വലിപ്പത്തെ 20% മുതൽ 30% വരെ കുറയ്ക്കുന്നതായാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അടുത്തതായി യൂട്രൈൻ ആർട്ടറി എംബളൈസേഷൻ എന്ന പ്രൊസീജിയറാണ്. നമ്മുടെ കൈയിലെയോ കാലിലെയോ ഒരു ഞരമ്പ് വഴി ഒരു കത്തീറ്റർ കടത്തി അതുവഴി യൂട്രൈൻ ആർട്ടറി ബ്ലോക്ക് ചെയ്യുകയാണ് ഈ പ്രൊസീജിയറിൽ ചെയ്യുന്നത്. യൂട്രൈൻ ആർട്ടറി ബ്ലോക്ക് ചെയ്യുമ്പോൾ യൂട്രസിലേക്കുള്ള രക്തയോട്ടം കുറയുന്നത് കാരണം ഫൈബ്രോയിഡ്സിൻ്റെ വലിപ്പത്തിൽ ഗണ്യമായ മാറ്റം വരുന്നു. അടുത്ത കാലത്തായി MRI ഗൈഡഡ് ഹൈ ഫ്രീക്വൻസി അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിച്ച് ഫൈബ്രോയിഡ്സിനെ അലിയിച്ച് കളയുന്ന ഒരു സംവിധാനം നിലവിലുണ്ട്. അതുപോലെ തന്നെ ഫൈബ്രോയിഡ്സിനെ അലിയിച്ച് കളയാനായി റേഡിയോ വേവ്സ്, ഇലക്ട്രിക് എനർജി, തെർമൽ എനർജി, ലേസർ എനർജി മുതലായവ ഒരു ലാപ്രോസ്കോപ്പിൻ്റെയോ ഒരു ഹിസ്ട്രോസ്കോപ്പിൻ്റെയോ സഹായത്തോടുകൂടി ഉപയോഗിക്കാനാവുന്നതാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ വക നോൺ സർജിക്കൽ മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് 100% ഫലപ്രദമല്ല. ഫൈബ്രോയിഡ്സിൻ്റെ സൈസ് ചെറുതാകുന്നതിലപ്പുറം ഫൈബ്രോയിഡ്സ് കംപ്ലീറ്റായി മാറുന്നില്ല. അതുകൊണ്ട് തന്നെ യൂട്രൈൻ ഫൈബ്രോയിഡ്സിൻ്റെ ചികിത്സയിൽ സർജറിക്ക് ഇപ്പോഴും പ്രസക്തിയുണ്ട്.